ദൈവം ചില നിമിഷങ്ങളിൽ വാക്കുകളായിട്ടൊന്നും സംസാരിക്കില്ല, പകരം അടയാളങ്ങൾ തരും. ഞാൻ നിന്റെ ഒപ്പം ഉണ്ട് എന്നതിൻ്റെ അടയാളം. അത് കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യപൂർവം കൺമുമ്പിലെ സാഹചര്യത്തിലേക്ക് അങ്ങ് ഇറങ്ങിക്കോണം. പിന്നെ പകച്ചു നിന്നേക്കരുത്. കൂടെ ഉണ്ടെന്ന് അടയാളം സഹിതം ദൈവം താൻ ഉറപ്പിച്ചു നൽകുന്ന ഒരു വിടുതലിന്റെ പകലിലാണ് ഇന്നത്തെ ദൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. സ്നേഹത്തോടെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന വാക്ക് എന്താണെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന യേശുവിൻ്റെ പൊന്നോമലേ, ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ ജീവനാഥനായ യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. പണ്ട് കുറേ നാളുകൾക്ക് പുറകിൽ ശ്രേഷ്ഠനും ആചാര്യനുമായ ഒരു ഗുരുനാഥൻ ജീവിച്ചിരുന്നു. ധാരാളം ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ശിഷ്യസമ്പത്തിന്റെ ഇടയിൽ തൻ്റെ കാലശേഷം താൻ അലങ്കരിച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ പദവി എല്ലാവർക്കും ഒരുപോലെ പകർത്തു കൊടുക്കാതെ ഒരുവനിലേക്ക് മാത്രമായി അത് വന്നു ചേരണമെന്ന് ആ ഗുരുനാഥൻ നിശ്ചയിച്ചു. അങ്ങനെ തൻ്റെ മനസ്സിലെ ആ നിശ്ചയം താൻ ആരോടും പറയാതെ നടക്കുകയും എന്നാൽ തൻ്റെ അവസാന ജീവിത നിമിഷങ്ങളിൽ തൻ്റെ അരികിൽ തൻ്റെ അനന്തരാവകാശിയായി തീരണമെന്നുള്ള ആഗ്രഹവുമായി വന്നു പറഞ്ഞ തൻ്റെ ഒരു ശിഷ്യനോട് അദ്ദേഹം ഒരു നിബന്ധന വെച്ചു. ഞാൻ നിന്റെ കൺമുമ്പിൽ നിന്ന് ദൈവത്താൽ എടുത്തു മാറ്റപ്പെടുന്ന ഒരു സമയം വരും. ആ സമയത്ത് നിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാൻ നിന്റെ കൺമുമ്പിൽ നിന്നും ഉടലോടെ ദൈവത്താൽ എടുത്തു മാറ്റപ്പെടുന്ന കാഴ്ച നീ കാണുകയാണെങ്കിൽ ഞാൻ അലങ്കരിക്കുന്ന ഈ ആത്മീക ആചാര്യത്വത്തിന്റെ പദവി ഇരട്ടി ശക്തിയോടുകൂടെ നിന്നിലേക്ക് വന്നു ചേരും. ശിഷ്യന് വളരെ സന്തോഷമായി. കാരണം താൻ ആഗ്രഹിച്ചിരുന്നത്, ഗുരു തരാൻ ഇച്ഛിക്കുന്നത് ദൈവം എനിക്ക് നേരിട്ട് നൽകുന്ന ഒരു സാഹചര്യം വന്നാൽ എന്ത് വില കൊടുത്തും അത് സ്വീകരിക്കണമെന്ന് ഈ ശിഷ്യനും തീരുമാനിച്ചുറപ്പിച്ചു. ഈ ആചാര്യനായ ഗുരുനാഥന്റെ പേര് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഏലിയാവെന്നാണ്. ഇദ്ദേഹത്തിന്റെ പിന്നാലെ തൻ്റെ ആചാരത്വത്തിന്റെ അനുഗാമിയായി തീരാൻ, പിൻഗാമിയായി തീരാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട യൗവനക്കാരന്റെ പേരും ബൈബിളിൽ ഉണ്ട്. അയാളുടെ പേര് ഏലീശ എന്നാണ്. മറന്നുപോകരുത്, ഗുരുവിന്റെ പേര് ഏലിയാവ്, ശിഷ്യന്റെ പേര് ഏലീശ. ഈ മുൻപ് പറഞ്ഞ നിബന്ധന പോലെ തന്നെ ഗുരുനാഥനെ ദൈവം നേരിട്ട് ഉടലോടെ സ്വർഗത്തിലോട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം കർത്താവ് ചെയ്തു. ബൈബിളിൽ മരണം കൂടാതെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച ഒരു വ്യക്തിയായി ബൈബിളിൽ വേദപുസ്തക വഴികളിൽ ഏലിയാവ് എന്ന പ്രവാചകനെ വേദപുസ്തകം വളരെ ശക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാൾ ഹാനോക്കാണ്. ബൈബിളിൽ മരണം എന്ന് പറയുന്ന പ്രതിഭാസം കൂടാതെ ഭൗതിക ജീവിതത്തിൽ നിന്നും വിരമിച്ചിരിക്കുന്ന രണ്ടേ പേരേ ഉള്ളൂ. അതിലൊന്ന് ഹാനോക്കും 2 ഏലിയാവുമാണ്. ലോകത്തിൽ കർത്താവിനോടുകൂടെ ഉത്തമമായ ബന്ധത്തിലായിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ സ്വാഭാവികമായി എല്ലാവർക്കും വരുന്ന ചില വിധികൾ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളതിന് ഇതൊരു സാക്ഷ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ നോക്കിയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ രൂപരേഖ തയ്യാറാക്കിയും ഇങ്ങനെയൊക്കെ ആയി തീരത്തുള്ളൂ എന്ന് അനേകർ വിധി എഴുതുന്നുണ്ടാകാം. പക്ഷേ ആ വിധിന്യായങ്ങളെയൊക്കെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായിരിക്കുന്ന ഇടപെടൽ പ്രകൃത്യാതീതമായൊരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ കർമ്മമണ്ഡലങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ശക്തവും സന്നദ്ധവുമാണ് എന്നുള്ള ഒരു ആത്മീക ആലോചന ഇത്തരണത്തിൽ ഞാൻ നിങ്ങൾക്കെടുത്ത് തരികയാണ്. നീ തുടങ്ങി വെക്കുന്ന ചില കാര്യങ്ങൾ സ്വാഭാവികമായ നാശത്താൽ അടഞ്ഞു പോകില്ല എന്നും അത് ദൈവത്താൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന വലിയ കാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിഷയത്തിലേക്ക് വരാം. രാജാക്കന്മാരുടെ ഗ്രന്ഥം, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തോട് ചേർന്നാണ് ഈ പറയപ്പെടുന്ന പ്രസ്തുത സംഭവത്തെ ബൈബിൾ വളരെ വിശാലമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഏലിയാവെന്ന ഗുരുനാഥൻ സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ ശക്തിയാൽ എടുത്തുയർത്തപ്പെടുന്നു. തൻ്റെ അനന്തരാവകാശം കാത്ത് ഭൂമിയിൽ നിൽക്കുന്ന തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഏലീശ എന്ന യൗവനക്കാരനിലേക്ക് ദൈവം തൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മവരത്തിൻ്റെ ഇരട്ടി പങ്കിനെ പകരുക എന്ന കാഴ്ചയും അവിടെ തന്നെ കാണുന്നു. നോക്കൂ, എലീശ അത് കണ്ടിട്ട് എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. നോക്കൂ, തൻ്റെ ഗുരുനാഥനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ട് ഈ ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ്. നിലവിളിക്കുക മാത്രമല്ല, ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന മാത്രയിൽ അവൻ തൻ്റെ വസ്ത്രം വലിച്ചു കീറി. പൂർവ്വകാലത്ത് വസ്ത്രം കീറുന്നത് അതീവ വേദനയുടെ തെളിവായിരുന്നു. അന്നത്തെ കാലത്ത് വസ്ത്രത്തിന് വലിയ മൂല്യമുണ്ട്. കാരണം ചുമ്മാ കിട്ടുന്നതല്ല.
ഒരു ജോഡി വസ്ത്രം ഒരു മനുഷ്യന് കിട്ടുക എന്ന് പറഞ്ഞാൽ പുരാതന കാലത്ത് വലിയ സമ്പത്താണത്. അപ്പോൾ വസ്ത്രം വലിച്ചു കീറിയെന്ന് പറഞ്ഞാൽ തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെ കൈവിട്ട് കളയുന്ന നിലയിലുള്ള വേദന അയാൾക്ക് ആ നിമിഷം അനുഭവപ്പെടുകയാണ്. വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് ആ യൗവനക്കാരൻ നിലവിളിച്ചു, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ. എന്നിട്ട് നമ്മൾ കാണുകയാണ്, പിന്നെ അവൻ ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്തു, മടങ്ങിച്ചെന്നു യോർദാന്റെ അരികെ നിന്നു. തന്റെ ഗുരുനാഥൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ പകരം തനിക്കൊരു ആചാര്യനായ ഗുരുശ്രേഷ്ഠനെ കിട്ടിയിട്ടില്ല. ഗുരുവിന്റെ ഓർമ്മയായി തന്നിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട ശ്രേഷ്ഠാചാര്യനായ ഏലിയാവിൻ്റെ ഓർമ്മകൾ, സാന്നിധ്യം, ഇതൊക്കെ തനിക്ക് അനുഭവവേദ്യമാകുന്ന വിധത്തിൽ ഗുരുവിൻ്റെ ഗന്ധമുള്ള ആ പുതപ്പാണ് തനിക്ക് അവസാനമായി കിട്ടിയിരിക്കുന്നത്. തൻ്റെ യജമാനനായിരുന്ന ആചാര്യൻ തൻ്റെ മേൽവസ്ത്രമായി ധരിച്ചിരുന്ന ആ മേൽവസ്ത്രം മാത്രം ഇപ്പോൾ ഏലീശായ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പുതപ്പ് ഏലീശായുടെ മേൽ വീണു. അവിടെ അയാൾ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇത് തൻ്റെ മേൽ വന്ന് നിറയുമ്പോൾ എലീശ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് രൂപമാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ ഭാഗം വ്യക്തമായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും, ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും, ദൈവത്തിൽ നിന്ന് ചിലത് നമ്മൾ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ശരീരത്തിലെ ഒരു മറുകിന് പോലും മാറ്റം വരുന്നില്ല. ഭൗതികമായ കണ്ണുകളാൽ പലപ്പോഴും കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ജീവിതത്തിന്റെ കടുത്ത വെല്ലുവിളികളുടെയും ചോദ്യങ്ങളുടെയും മുമ്പിൽ മാത്രമായി വെളിപ്പെടുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവം പകർന്നിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എവിടെ വെച്ചോ ദൈവം തന്റെ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹത്തിന്റെ കൈമാറ്റം നിങ്ങളുടെ മേൽ നിക്ഷേപിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ആ അനശ്വരമായ ദാനത്തെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുന്ന സമയത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തരണത്തിൽ പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന യേശുവിനെ വഹിക്കുന്ന ജീവിതമേ, നീ ഒരു അനുഗ്രഹീത വ്യക്തിത്വമാണ്. ക്രിസ്തുവിനെ ഉള്ളിൽ പേറുന്ന കർത്താവിന്റെ പൈതലേ, നിന്റെ ജന്മം ഒരു ഐശ്വര്യമാണ്. നിന്റെ ലൈഫിൽ നീ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു കൃപയുടെ, നീ ഇന്നുവരെ വഹിച്ചിട്ടില്ലാത്തൊരു ദൈവശക്തിയുടെ ഒരു വാഹന പാത്രമായിട്ടാണ് ഈ ദിനങ്ങളിൽ നീ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രേഷ്ഠവും ഗഹനവുമേറിയ എന്തൊക്കെയോ നിങ്ങളുടെ മേൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമഹിമയുടെ ഒരു നിക്ഷേപ പാത്രമായി ഞാൻ നിങ്ങളെ വിളിക്കുവാൻ, കാണുവാൻ ആഗ്രഹിക്കുന്നു. അവസരോചിതമായ ഒരു സമയം നിങ്ങളുടെ കൺമുമ്പിൽ കടന്നു വരാൻ പോകുന്നു. കൃത്യമായ സമയത്ത് നിങ്ങളുടെ മേൽ ദൈവം പകർന്നത് എത്രമാത്രം വിലയേറിയതാണ് എന്നുള്ളത് കാലം സാക്ഷിയായി സമൂഹത്തെ നോക്കി നിർത്തിക്കൊണ്ട് ദൈവം അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾ അറിയാത്തൊരു മഹാദാനത്തിന് നിങ്ങൾ അവകാശികളും അർഹരുമായിരിക്കുന്നു. ദൈവം അത് നിങ്ങളുടെ മേൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ദൈവം ചില നിമിഷങ്ങളിൽ ഒരു വാക്ക് നമ്മളോട് പറയില്ല, പകരം ഒരു അടയാളം നമുക്ക് തരും. ഈ അടയാളമാണ് പലപ്പോഴും ഒരു മേലങ്കിയായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ദൈവകൃപയുടെ മേലങ്കി എന്ന് പറയുന്നത് ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മയാണ്. എന്താണ് മേലങ്കി? തൻ്റെ പൂർവ്വ ഗുരു ബന്ധത്തിന്റെ, ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു ഓർമ്മയായി ഇപ്പോൾ ഏലീശായുടെ കൈകളിലുള്ളത് ഈ പറയപ്പെടുന്ന മേലങ്കി മാത്രമാണ്. അത് കേവലം ഒരു വസ്ത്രമോ അധികാരത്തിന്റെ ചിഹ്നമോ മാത്രമല്ല, അതൊരു ബന്ധത്തിന്റെ ഓർമ്മ കൂടിയാണ്. ഇന്നലെ വരെ തൻ്റെ ഗുരുനാഥന്റെ ശരീരത്തെ മറച്ചിരുന്നതായ പുതപ്പ് ഇന്ന് തൻ്റെ കരങ്ങളിൽ എത്തുമ്പോൾ ഒരു മകനെ പോലെ തന്നെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന ഗുരുനാഥൻ കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലായി, ഒരു ഉറപ്പായി ഏലീശായ്ക്ക് ഈ പുതപ്പ് അനുഭവപ്പെടുകയാണ്. നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ചിലത് എടുത്തു മാറ്റപ്പെടുമ്പോൾ, തീർന്നുപോയി ഇനി ഒരിക്കലും കടന്നു വരികയില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ചില ജീവിതത്തിന്റെ നിത്യശൂന്യതയുടെ വ്യക്തതകൾ നമുക്ക് ഉറപ്പിച്ചു തരുന്ന ചില ജീവിത മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പകരം ഇനി മറ്റൊന്ന് എടുത്തു വെച്ച് വിടവ് നികത്താനില്ലാത്ത വിധം എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നിന്നും അപഹരിക്കപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, ദൈവം ചിലത് നമ്മുടെ ലൈഫിൽ വെക്കുന്നുണ്ട്. പൂർവകാലത്തിന്റെ മഹത്വത്തെ കൂടുതൽ വെളിപ്പെടുത്തുവാൻ നമ്മളെ പ്രാപ്തന്മാരാക്കുന്ന ഇന്നലകളിലെ ദൈവത്തിന്റെ ശക്തിയെ ഇരട്ടി പവറോടുകൂടെ ഈ തലമുറയുടെ യുഗത്തിന്റെ നടുവിൽ പ്രവഹിപ്പിക്കാൻ തക്കവിധം പര്യാപ്തമായ എന്തോ ഒന്ന് ദൈവം നമ്മളുടെ മേൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മേലങ്കി. കഴിഞ്ഞ തലമുറയിലെ വീരന്മാർ അവർ ഉപയോഗിച്ചതിനെ നോക്കിക്കൊണ്ട് വെള്ളം ഇറക്കി കൊതിയോടുകൂടി ഇരിക്കുകയല്ല വേണ്ടത്. അതിലും വീര്യമേറിയതായി തീരാൻ തക്കവിധം
ജീവിതത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ഏലീശായെ പോലെ എഴുന്നേറ്റൊന്ന് നിൽക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതോ പ്രാർത്ഥനാ വീരന്മാരുടെ കാലങ്ങളിൽ നടന്നത് കേട്ട് സുഖിച്ചിരിക്കാതെ, അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ അനുഗ്രഹിക്കപ്പെട്ട പലരുടെയും സാക്ഷ്യങ്ങളിൽ അടിഞ്ഞുകൂടി പോകാതെ, ഈ യുഗത്തിന്റെ നടുവിൽ ദൈവശക്തിയാൽ ജീവിതത്തിൽ രൂപാന്തരങ്ങളും അത്ഭുതങ്ങളും ഉളവാക്കപ്പെടുന്ന ഒരു സാക്ഷ്യമായി തീരാൻ നിങ്ങൾ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള യോർദാൻ നിങ്ങളുടെ മുമ്പിൽ ഒഴുകുന്നുണ്ട്. യോർദാൻ എന്ന നദിക്കിന്ന് പല രൂപമാണ്. ചിലരുടെ മുൻപിൽ അത് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. ചിലരുടെ മുൻപിൽ സമാധാനമില്ലാത്ത ജീവിതത്തിന്റെ കലങ്ങിമറിയുന്ന അന്തരീക്ഷമാണ്. വേറെ ചിലർക്ക് അത് തകർന്നുപോയ ബന്ധങ്ങളുടെ കണ്ണീർ ഓർമ്മകളും സാഹചര്യങ്ങളുമാണ്. വേറെ ചിലർക്ക് പുറത്തു വരാൻ കഴിയാത്ത ഭയപ്പെടുത്തുന്ന ചിന്തകളും കാഴ്ചകളുമാണ്. വേറെ ചിലർക്ക് ജീവിതത്തിന്റെ നഷ്ടങ്ങളാണ്. ഉത്തരം പറയാൻ കഴിയാത്തതും നികത്താൻ കഴിയാത്തതുമായ വലിയ ബാധ്യതകളായി ചിലരായി യോർദാനെ നേരിടുന്നു. ഇതിന്റെ മുൻപിൽ തളർന്നിരിക്കാം, പിന്തിരിഞ്ഞു നിൽക്കാം, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് വേദനിക്കാം. പക്ഷെ ബൈബിൾ നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നത്, യേശു നിങ്ങളോട് പറയുന്നത്, നീ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതാണ്. നീ നിൽക്കുമ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്. നീ ഇരിക്കുമ്പോഴോ, നീ കിടക്കുമ്പോഴോ, നീ തളർന്നു മാറി നിൽക്കുമ്പോഴോ, നീ മുഖം തിരിച്ചു നിൽക്കുമ്പോഴോ അല്ല. നീ ഉണർന്നെണീറ്റ് എന്തോ ഒരു കാര്യത്തിനു വേണ്ടി ചുവടുറപ്പ് നടത്തുവാനുള്ള തയ്യാറെടുപ്പോടുകൂടെ സജ്ജനായി നിൽക്കുന്ന ഈ നിൽപ്പാണ് സത്യത്തിൽ സ്വർഗത്തെ ചലിപ്പിക്കുന്നത്, ദൈവത്തെ പ്രവർത്തിപ്പാൻ പ്രേരിപ്പിക്കുന്നത്. ഏലിയാവിന്റെ പുതപ്പ് സത്യത്തിൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ഏലീശായുടെ കൈകളിലോ മേനിയിലോ അല്ല, അതവന്റെ ആത്മബോധത്തിന്റെ മേലാണെന്ന് ഞാൻ പറയും. ആ പുതപ്പ് സത്യത്തിൽ വീണിരിക്കുന്ന അവന്റെ മനോവിചാരങ്ങളുടെ മേലാണെന്ന് ഞാൻ പറയും. അത് വീണിരിക്കുന്നത് അവന്റെ ഭയവിഹുലമായിരുന്ന ആശങ്കകൾ നിറഞ്ഞിരുന്ന ഒരു മനസ്സിന്റെ ബോധങ്ങൾക്ക് മീതെ ഒരു ധൈര്യമായിട്ട് അത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന വേളയായി ആ പുതപ്പിപ്പോൾ മാറുകയാണ്. അതെ, ദൈവം നമ്മളിലേക്ക് തന്റെ അനുഗ്രഹങ്ങളുടെ മേലങ്കി ഇടുമ്പോൾ നമ്മുടെ മനോബോധങ്ങളിൽ നമുക്ക് ധൈര്യമായിട്ടാണ് അത് അനുഭവിക്കാൻ കഴിയുന്നത്, അതിനെ പ്രാപിപ്പാൻ കഴിയുന്നത്. ദൈവം അനുഗ്രഹങ്ങളുടെ മേലങ്കി സ്വർഗത്തിൽ നിന്ന് നമ്മളിലേക്ക് എറിഞ്ഞു തരുമ്പോൾ, അത് വന്ന് നമ്മുടെ മേൽ വീഴുമ്പോൾ, ഇന്ന് വരെ ഇല്ലാത്ത വിധം ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു ഊർജ്ജസ്വലതയായിട്ടാണ് അത് നമ്മുടെ മേൽ വന്ന് ഇൻസ്റ്റാൾ ആകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ഇന്ന് രാവിലെ വന്ന് ഭവിച്ചിരിക്കുന്ന ദൈവകൃപയുടെ മേലങ്കി നിങ്ങളുടെ സാധാരണ മനസ്സിനെ ഒരു അസാധാരണ മനസ്ഥിതിയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. നിങ്ങൾക്കൊരു പ്രത്യേക ധൈര്യം ഇത് വിളംബരം ചെയ്യുന്നത് ഞാൻ അറിയുന്നു. നിങ്ങളുടെ മുമ്പിൽ ശത്രുക്കളുടെ വായടപ്പിക്കുന്ന വിധം ഇത് മാരകമാം വിധം നിങ്ങളിലൂടെ വെളിപ്പെടുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. നിങ്ങൾക്ക് പരിഹരിപ്പാൻ കഴിഞ്ഞ മണിക്കൂർ വരെ കഴിയാതിരുന്ന കാര്യം നിഷ്പ്രയാസം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളെ ജീവിതത്തിന്റെ കർമ്മകാണ്ഡങ്ങളിൽ ഒരു പുതിയ അജയ്യനായ വീരനായി രൂപപ്പെടുത്തുന്ന ഒരു മാനസിക ധൈര്യമായി, നിശ്ചയദാർഢ്യമായി ഈ ദൈവകൃപയുടെ മേലെങ്കി നിങ്ങളുടെ ആത്മാവിന്റെ മേലും മനസ്സിന്റെ മേലും ഇന്ന് രാവിലെ വീഴുന്നു. ദൈവത്തിന്റെ കുഞ്ഞെ, ദൈവത്തിൽ നിന്ന് എന്തേലും പ്രാപിക്കപ്പെട്ടാൽ അത് ഉടലിലല്ല, അത് നിന്റെ മനസ്സിന്റെ നിലപാടുകളുടെ മേലാണ് അത് ആദ്യം വെളിപ്പെടേണ്ടത്. അത് നിന്റെ ധൈര്യമണ്ഡലങ്ങളുടെ മേലാണ് അത് വ്യാപരിക്കപ്പെടേണ്ടത്. ആത്മാവിൽ നിന്നും മനസ്സിന്റെ മേൽത്തട്ടിലേക്ക് ദൈവകൃപയുടെ മേൽപുതപ്പുകൾ ഇന്ന് രാവിലെ വന്ന് വീഴട്ടെ. അത് കഴിഞ്ഞ തലമുറകൾ വഹിച്ചതിനേക്കാൾ ഇരട്ടി ശക്തിയോടുകൂടെ ഇറങ്ങി വരാൻ, ദൈവത്തെ ഇന്നലകളിൽ ഉണ്ടായിരുന്നവരെക്കാൾ ഇരട്ടി പവറോടുകൂടെ വിശ്വസിപ്പാൻ, ദൈവത്തോട് ഇന്നലകളിൽ ഉണ്ടായിരുന്നവരെക്കാൾ ഇരട്ടി ആത്മധൈര്യത്തിൽ ബന്ധം പുലർത്താൻ, ഇന്നലകളിൽ ഇവിടെ ജീവിച്ചവരെക്കാൾ കൂടുതൽ ഈ യുഗത്തിന്റെ നടുവിൽ ക്രിസ്തുവിനെ കൂടുതൽ തീവ്രതയോടുകൂടെ സ്നേഹിപ്പാൻ നിങ്ങൾക്ക് കഴിയത്തക്ക വിധം ഈ കൃപയുടെ മേൽപുതപ്പ് നിങ്ങളുടെ മേൽ ഇന്ന് രാവിലെ വീഴുകയാണ്. ആ ദൈവകൃപയുടെ മേലങ്കി ഇന്നെന്നെ കേൾക്കുന്ന ഏലീശാമാരുടെ മേൽ വന്നിട്ടുണ്ട് 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 എന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായി തന്നെ ഇന്ന് രാവിലെ പ്രവചിച്ചു പറയുന്നു. ഏലീശ ഇവിടെ പ്രവചിച്ചു തുടങ്ങിയില്ല, ഏലീശ ഇവിടെ പ്രസംഗിച്ചു തുടങ്ങിയില്ല, ഏലീശ ഇവിടെ ഒരത്ഭുതവും കാണിച്ചു തുടങ്ങിയില്ല, ഏലീശ ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങിയില്ല, ഏലീശ ഇവിടെ ഉപവസിച്ചു തുടങ്ങിയില്ല. അയാൾ നിൽക്കുക മാത്രമാണ് ചെയ്തത്. അവൻ നിന്നു. യോർദാന്റെ കരയിൽ ദൈവം താൻ പകർന്നു കൊടുത്ത ഇരട്ടിപ്പങ്കിന്റെ തെളിവായ
തന്റെ മനോഭാവങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന ദൈവകൃപയുടെ അഭിഷേകത്തിന്റെ മേലങ്കി ധരിച്ചവനായി അവൻ നിന്നു. ഏലിയാവിന്റെ ഉടലിൽ കിടന്ന വസ്ത്രമെടുത്ത് പുതച്ചെന്ന് കരുതി താനൊരിക്കലും ഏലിയാവാകില്ല. ഏലിയാവ് പുതച്ചിരുന്ന പുതപ്പെടുത്ത് തലയെ കെട്ടിയാൽ ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക് കിട്ടത്തില്ല. ഏലിയാവിന്റെ തുവാലയും ഏലിയാവിന്റെ പുതപ്പും ഏലിയാവിന്റെ ടൈയും വാച്ചും അല്ല എലീശായ്ക്ക് വേണ്ടത്. അതൊക്കെ കാട്ടിക്കൂട്ടി എന്ന് പറയുന്നതിന്റെ പേരിൽ ഏലിയാവിനെ പോലെ എലീശ ആകത്തില്ല. ഏലീശായെ ആക്കിയത് ആ നിപ്പാണെന്ന് ഞാൻ പറയും. ആമേൻ. ദൈവത്തിൽ നിന്ന് നിയോഗങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റെടുത്തവൻ മറ്റുള്ളവർ തളർന്നിരിക്കുന്നിടത്തും എഴുന്നേറ്റ് നിൽക്കും. മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിന് മുമ്പിൽ വലതുകാല് വെച്ച് വഴിവെട്ടി ഇറങ്ങാൻ അവർ കരുത്തന്മാരായി ജീവിതത്തിന്റെ സമരവീഥികളിൽ കരുത്തോടെ എഴുന്നേറ്റ് നിൽക്കും. അവർ കാലത്തെ വെല്ലുവിളിക്കും. മുൻപിലുള്ളതായ വെല്ലുവിളികളെ നോക്കി അവർ പുഞ്ചിരിയോടുകൂടെ അടുത്തു ചെല്ലും. അവർ നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ അവർക്ക് മുമ്പേ നടക്കുവാൻ ദൈവം ഇറങ്ങി വരും. ഏലീശായുടെ ആരംഭം ഒരു നിപ്പിൽ നിന്നാണ്. കിട്ടിയതും കൊണ്ട് ഇരുന്നു പോകാതെ അവൻ നിന്നു. ഈ ബോഡി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏലീശായുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ കിടന്നില്ല. കിട്ടിയതും കൊണ്ട് കുറെ കാലം കൂടെ അയാൾ എവിടെയോ മുറി കയറി 40 ഇരുന്നില്ല. കിട്ടിയതും കൊണ്ട് അയാൾ പിന്നെയും 21 കൂടെ മാറിയിരുന്നില്ല. അയാൾ ഒരു മുഴുരാത്രി പ്രാർത്ഥനയ്ക്കൂടെ നേരം കാണാൻ തയ്യാറായില്ല. ലഭിച്ചതും കൊണ്ട് അവൻ നിന്നു. കിട്ടിയ കൃപയും കൊണ്ട് എഴുന്നേൽക്കുന്നവർക്കായി സ്തോത്രം. ലഭിച്ച നിയോഗവുമായിട്ട് കളത്തിലിറങ്ങുന്നവർക്കായി സ്തോത്രം. ദൈവം പകർന്നു തന്നതുമായി ധൈര്യത്തോടെ ചുവട് വെക്കാൻ എഴുന്നേൽക്കുന്ന ചുണക്കുട്ടികൾക്കായി ദൈവത്തിന് സ്തോത്രം ഞാൻ ചെയ്യുന്നു. നിനക്ക് കിട്ടിയതുമായി നീ ഇരിക്കുകയല്ലേ, അതാണ് നിന്റെ പരാജയം. നിനക്ക് കിട്ടിയതുമായി നീ അങ്ങ് ഒതുങ്ങിപ്പോവല്ലേ, അതാ നിന്റെ പരാജയം. എലീശ ചരിത്രത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്നത് അവൻ കാലൂന്നി നിന്നപ്പോഴാണ്. റാമാന ഷഹദൽ ഖബാരിയാധരയ സ്കേഫിൽ ബലൂഹു ഷാറബംധേ ബജാലി അംഷസ് ബലാധുരിയ. നിൽക്കുവാൻ തയ്യാറാകുന്നവന്റെ മുമ്പിൽ സ്വർഗം നടക്കുവാൻ തയ്യാറാകും. ഞാൻ ആ വാക്കൊരിക്കൽ കൂടെ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയട്ടെ. നീ ഇന്ന് രാവിലെ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകുന്നതിന് മുമ്പ് നീ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നിന്റെ മുമ്പിൽ യഹോവ നടകൊള്ളുന്ന കാര്യം നീ കാണും കാണും കാണും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ശ്രേഷ്ഠമായ ദൈവിക നിയോഗത്തിന്റെ ദൂത് പെയ്തിറങ്ങിയ ഈ ആലോചനയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവാത്മാവ് വ്യക്തമായി വാസ്തവമായി സംസാരിക്കുകയായിരുന്നു. ഈ ദൈവശബ്ദത്തിന്റെ നടുവിൽ ആയിരക്കണക്കിന് ഹൃദയങ്ങൾ ദൈവകൃപയിൽ തങ്ങളുടെ നിയോഗങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നു. ലഭിച്ചതിനെ അവഗണിച്ച് കളഞ്ഞവരുടെയും കിട്ടിയിട്ടും ഓടാത്തവരുടെയും ലഭിച്ചിട്ടും നിൽക്കാത്തവരുടെയും നടുവിൽ, വീണുപോകുന്ന യൗവനക്കാരുടെയും ഇടറി വീഴുന്ന ബാല്യക്കാരുടെ നടുവിൽ ദൈവത്തിന്റെ കഴുകന്മാർ ഇന്ന് പകൽ ചിറകടിച്ച് കയറി വരട്ടെ. ശക്തന്മാർ എഴുന്നേൽക്കട്ടെ. ലഭിച്ച മേലങ്കിയുടെ നിയോഗം, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന തന്റെ നിയോഗങ്ങളുടെ മേലങ്കി എന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ധൈര്യത്തിന്റെയും മീതെയാണ് ഇന്ന് പകൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഭീരുക്കൾ ധൈര്യവാന്മാരായി മാറും. പരാജിതർ ജേതാക്കന്മാരായി മാറും. ഒതുങ്ങിക്കൂടിയിരുന്നവർ കാലഘട്ടത്തിന് നടുവിലെ കൊടുങ്കാറ്റുകളായി ഈ യുഗത്തിന്റെ മേൽ ആഞ്ഞു വീശും. അതെ, യേശു ക്രിസ്തു ഇവരുടെ മേൽ വന്നിരിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള ശക്തി ഇവരുടെ മേൽ വീണിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ശക്തി ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പോകാം. യെരൂശലേമിലോ യഹൂദയിലോ ശമരിയയിലോ ഭൂമിയുടെ അറ്റത്ത് എവിടെ വേണമെങ്കിലും രോഗികളെ സുഖമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, സുവിശേഷത്തിന്റെ ശക്തി അതിന്റെ ചൈതന്യത്തോടുകൂടെ വെളിപ്പെടുത്താൻ ഇന്ന് പകൽ അങ്ങയുടെ മക്കളെ അവിടുന്ന് സജ്ജരാക്കിയിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദൂത് നിങ്ങൾക്കുള്ളതായിരുന്നു. യേശു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ദൈവത്തിനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. നാളെ കോട്ടയത്ത് നമ്മളുടെ ആരാധനയുണ്ട്, IMA ഹാളിൽ. നിങ്ങൾ വരണം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, യേശുരാജാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.